ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ സെഷനിലെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫോണ്ട് മലയാളം എങ്ങനെ ക്യാൻവയിൽ സെറ്റ് ആക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഒരു കോഡ് FML എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ട്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. വേറെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് മലയാളം കൊണ്ടുവരുന്ന ആപ്പാണ് ചെയ്യപ്പെട്ട ഗൂഗിൾ മലയാളം ഇൻപുട്ട്. അപ്പൊ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗൂഗിൾ മലയാളം ഇൻപുട്ടും ഈ എങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. ഈ കുറ്റി പെൻസിൽ എന്നുള്ള ആപ്പും യൂസ് ചെയ്യും. എല്ലാത്തിനും ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് കോഡ് FML യൂസ് ചെയ്യാം. ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്യാൻവയിൽ എങ്ങനെ മലയാളം സെറ്റ് ചെയ്യാന്നുള്ളതാണ്. മലയാളത്തെ വെച്ചാൽ വ്യത്യസ്ത മലയാളം ഫോണ്ടുകൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെ ഉപയോഗിക്കാന്നുള്ളതാണ്. മലയാളത്തിലുള്ള കണ്ടന്റ് മിക്കവാറും നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ കോഡ് FML ആണ് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് മലയാളം മൊബൈലിൽ നമ്മൾ എങ്ങനെയോ മലയാളം ടൈപ്പ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഉദാഹരണം ബഷീർ ദിനം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലിലുള്ള ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താഴെ ബഷീർ ദിനം വന്നിട്ടുണ്ടാവും. മുകളിൽ ബഷീർ ദിനം എന്ന് പറയുന്നത് യൂണിക്കോഡാണ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെബിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന കോഡിനാണ് യൂണിക്കോഡ് എന്ന് പറയാം. അപ്പൊ ഇതിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. ഈ വെബ് സപ്പോർട്ട് ചെയ്യുന്ന യൂണിക്കോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഫോണ്ട് നമ്മൾ ML ഫോണ്ടിലേക്ക് അല്ലെങ്കിൽ FML ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പ്രോസസ്സ് നടന്നാലാണ് നമുക്ക് ഈ ഡെക്കറേറ്റീവ് ഫോണ്ടുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡെക്കറേഷൻ ഫോണ്ടുകൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇതിൽ നിന്ന് മാറണം. ഏതിൽ നിന്നാണ് മാറേണ്ടത്? നമുക്ക് യൂണിക്കോഡിൽ നിന്ന് മാറണം. കാരണം യൂണിക്കോഡിലും വെറൈറ്റികൾ ഉണ്ട്, പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. വളരെ കുറഞ്ഞ വെറൈറ്റികളെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഫോണ്ട് കിട്ടി. ബഷീർ ദിനം അവിടെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവും. എന്നിട്ട് അത് കോപ്പി ചെയ്യാം. ഓക്കെ. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ക്യാൻവയിൽ അത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം ടൈപ്പ് ചെയ്ത് വെക്കാം, എന്നിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ സെർച്ച് ചെയ്യാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫോണ്ട് ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണ്ട് ഇതിൽ പേസ്റ്റ് ചെയ്യരുത്. ഡയറക്റ്റ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യരുത്. പകരം നമ്മൾ ചെയ്യേണ്ടത് താഴെ T എന്ന് അടിക്കുക. ഡയറക്റ്റ് ഏതെങ്കിലും ഫോണ്ടിന്റെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ച് കൊണ്ടുവന്ന ഫോണ്ട് പേസ്റ്റ് ചെയ്യരുത്. പേസ്റ്റ് ചെയ്താൽ സംഭവിക്കുക എന്താ വെച്ചാൽ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ T എന്ന് പറയുന്ന ഒരു ബട്ടനാണ് നമ്മൾ ഫോണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ T എന്നുള്ള ബട്ടൺ നമ്മൾ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഏത് ടൈപ്പാണ്, ഹെഡിങ് ആണോ അല്ലെങ്കിൽ സബ് ഹെഡിങ് ആണോ അല്ലെങ്കിൽ സദാ ബോഡി ടെക്സ്റ്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ഇത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. അവിടെ ആഡ് എ ഹെഡ്ലൈൻ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ കോപ്പി ചെയ്ത ബഷീർ ദിനം എന്ന് പറയുന്ന കണ്ടന്റ് നമ്മൾ പേസ്റ്റ് ചെയ്യണം. എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക. ഒന്നുകൂടി പറയാം. ഇപ്പൊ ഇങ്ങനെയാണ് ഇത് കാണുക. ഇത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ഒരു ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത ഇത് ഫയൽ കാണുക. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിത് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? അതായത് ബഷീർ ദിനം എന്നുള്ള ടൈറ്റിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ കണ്ടന്റിന്റെ സ്റ്റൈൽ നമുക്ക് മാറ്റാം. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. താഴെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ താഴെ സ്ക്രോളിംഗ് ബട്ടൺ വരും. സ്ക്രോളിംഗ് മീൻസ് സ്ലൈഡ് ആയിട്ട് ഇപ്പൊ എഡിറ്റ്, ഫോണ്ട്, ടെക്സ്റ്റ് സ്റ്റൈല്, ഫോണ്ട് സൈസ് എന്നിങ്ങനെ കാണിക്കും. അതിൽ നമ്മൾ എടുക്കേണ്ടത് ഫോണ്ട് സൈസ് അല്ല, ഫോണ്ടാണ് എടുക്കേണ്ടത്. നേരെ താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കുറെ ഫോണ്ടുകൾ കാണാം. 100 കണക്കിന് ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യാം.
ഫോണ്ടൊക്കെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞു, പക്ഷെ ബഷീർ ദിനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സംഭവവും അവിടെ വന്നില്ല. വരാന് ടി എന്നുള്ള ബട്ടൺ വെക്കണം. ആദ്യം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യുന്നത് ഇതാണ്. ഞാൻ ഈ കോഡ് FM ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തിട്ടുള്ള താഴെയുള്ള സെന്ററിൽ കാണുന്ന ഒരു പ്രിന്ററിന്റെ ബട്ടൺ ഉണ്ടല്ലോ, ഒരു പ്രിന്റർ ഐക്കണ്. അത്രയും ഓക്കെ ആയോ? കോഡ് FM എടുത്തോ? വന്നിട്ടുണ്ടായിരുന്നില്ല, അത് നോക്കട്ടെ. കോഡ് FM ഓപ്പൺ ചെയ്ത ആളുകള് ഓപ്പൺ ചെയ്തോ? ഓക്കെ, വന്നു. അത് ബഷീർ ദിനം എന്നിട്ട് ഈ കൺവേർട്ട് ചെയ്തോ? കൺവേർട്ട് ചെയ്ത് എടുക്കല് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ വിരലോട്ട് ലോങ് പ്രസ് ചെയ്യുക. അപ്പൊ അത് ഇതേപോലെ സെലക്ട് വരും. ഞങ്ങൾ നീക്കി കൊടുക്കുക. സെലക്ട് ആൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോപ്പി ചെയ്യാണോ വേണ്ടത്? കോപ്പി ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ നേരെ പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മരം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് അതിൽ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ വാക്ക് മാത്രം സെലക്ട് ആവും. പിന്നെ ഇങ്ങനെ നമ്മൾ ആ ഒരു ഉണ്ട ഇതുണ്ടല്ലോ, ഡ്രോപ്പിന്റെ ഐക്കൺ പോലെ കാണുന്നത്, അത് പിടിച്ചിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് കോപ്പി കിട്ടും. ഇത്രയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് സിസ്റ്റത്തില് ഇപ്പൊ ഈ മൊബൈലിലാണല്ലോ ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ഹലോ, കമ്പ്യൂട്ടറിലാണ് മലയാളം പിന്നെ എടുക്കുന്നെങ്കിൽ അത് കൂടി പറയാം. കുറച്ചും കൂടി പിന്നെ സിമ്പിൾ ആണ്, ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, മംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂളാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഗൂഗിളിന്റെ ഇൻപുട്ട് ടൂൾസ് ഉണ്ട്, മലയാളം ഇൻപുട്ട് ടൂൾസ്. ഇവിടെ നമുക്ക് സൗകര്യം എന്താ വെച്ചാല് പിന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ഏതാ ടൈപ്പ് ചെയ്യുന്ന, നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ മരം ഒരു നടിക്കുമ്പോ തന്നെ ഇവിടെ സജഷൻ വരും. മരം ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഇത് എവിടെ എടുത്തത്? ഇത് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നവർക്കുള്ള സജഷൻ ആണ്. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഗൂഗിളിന്റെ മലയാളം ഇൻപുട്ട് പറഞ്ഞ സംഭവമാണിത്. ഇത് നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് മലയാളം വരുത്താം. ഇതിൽ മറ്റ് എല്ലാ ടൈപ്പിംഗും ഉണ്ട്, കൈയക്ഷരം ഉണ്ട്, കീബോർഡ് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പോ അത് മലയാളം ഇൻപുട്ടിന്റെ ഒരു സംഭവമാണിത്. ഏത് ഭാഷ ഇതിൽ ടൈപ്പ് ചെയ്യാം. മലയാളത്തിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. മലയാളം ഇൻസ്ക്രിപ്റ്റും ഉണ്ട്, മംഗ്ലീഷും അല്ലാതെ ഉണ്ട് ഇതില്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റണമല്ലോ, FML അല്ലെങ്കിൽ ML മാറ്റണമല്ലോ. അതിനാണ് ഇവിടെ ഒരു കുറ്റി പെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, kuttipencil.in. ഇതിൽ നമ്മൾ ഇത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മൊബൈലിൽ നമ്മള് പിന്നെ ചെയ്ത കാര്യം ഇവിടെ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമുക്കൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. മലയാളം ടൈപ്പിംഗ് അറിയുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഇതിൽ തന്നെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. മറ്റേത് വേണ്ട. അപ്പോ മലയാളം എഴുത്തുപകരണം, ഗൂഗിളിന്റെ മലയാളം എഴുത്തുപകരണം അവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇറ്റ് ടു ML സീരീസ്, എടുക്കുക, അല്ലെങ്കിൽ കോപ്പി ടു FML സീരീസ്. ഓക്കെ, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ സാധനം ഇവിടെ കോപ്പി ചെയ്യാം, ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്യാൻവയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇത് കൊണ്ടുപോയിടുന്നു. ഇങ്ങനെ കൊണ്ടുപോയിടരുത്, ഞാൻ ചെയ്ത മാതിരി ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇട്ടാൻ എന്താ സംഭവിക്കറിയോ, ഈ സ്ഥാനത്ത് ഇട്ടിട്ട് നമുക്ക് ഇത് എങ്ങനെയും ഇവിടുന്ന് ഫോണ്ട് മാറ്റിയാൽ മാറില്ല. ഇത് വന്നിട്ടുണ്ട്. ചില സമയത്ത് അത് മാറാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട് അതിലിടുമ്പോൾ. ഓക്കെ, ഇത് ഓക്കെയാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യാം, അത് ചിലപ്പോൾ ടി തന്നെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഇപ്പൊ ഇതുവരെ ഞാൻ ചെയ്തപ്പോഴൊക്കെ ടി വെച്ചിട്ട് ഡയറക്റ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടപ്പോഴാണ് വന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഫോണ്ടുകൾ ഇതേപോലെ മാറ്റാം.
ഓക്കെ, അപ്പോ ക്ലിയർ ആയല്ലോ സിസ്റ്റത്തില് ഇതില് ഫോണ്ട് ആഡ് എം എല്ലും ചെയ്യുന്ന. എം എല്ലും തമ്മിൽ വ്യത്യാസം എന്താണ്? ഇല്ല, അത് വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരേ ഓക്കെ. പോലെ തന്നെയാണ്. അതായത് രണ്ട് പാറ്റേണേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിന്ന് കൺവേർട്ട് ടു FML സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ക്യാൻവയിൽ പോകുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നു, ഹെഡിങ് കൊടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇത് എടുത്തിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നു. ഉണ്ടോ? അപ്പോഴും മാറുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റിയാൽ മതി, രണ്ടും സെയിം ആണ്. ഓക്കെ. അപ്പൊ സിസ്റ്റത്തിൽ ഫോണ്ട് ആഡ് ചെയ്യുന്നതും മൊബൈലിൽ ഫോണ്ട് ആഡ് ചെയ്യുന്നത് മനസ്സിലായി. സിസ്റ്റത്തിലാവുമ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ടൂളാണ് ഞാൻ ഈ മലയാളം ഇൻപുട്ട് കാണിച്ചത്. അതല്ലെങ്കിൽ കുറ്റി പെൻസിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഞാൻ ഒരു വരം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഹെഡിങ് കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഫോട്ടോസിന്റെ സെക്ഷനിലേക്ക് വന്നു. അവിടെ പോയിട്ട് ഞാനൊരു ഫോട്ടോ ചൂസ് ചെയ്തു. ഓക്കെ, ഭംഗിയായ ഒരു ഫോട്ടോ കിട്ടി ബാക്ക്ഗ്രൗണ്ടിലേക്ക്. അപ്പൊ നിങ്ങൾ ചെയ്ത ആളുകൾ എന്ത് ചെയ്യാം, അടുത്ത ടൂള് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ താഴെ കുറെ കാര്യങ്ങളുണ്ട് ടീന്റെ അപ്പുറത്ത്. അതിൽ ഓരോന്നോരോന്ന് എടുത്തു നോക്കുക, വെറുതെ ഇരിക്കണ്ട. ഓക്കെ, അപ്പൊ ഇതിൽ ഫോണ്ട് ഇനി ഫോണ്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന കാര്യങ്ങൾ, ഫോണ്ട് കിട്ടിയ ആളുകൾ, ഡി എന്ന് ടൈപ്പ് ചെയ്ത ആളുകൾ ഇനി ചെയ്യേണ്ടത് ഫോണ്ടിന്റെ സ്റ്റൈല് നമുക്ക് മാറ്റൽ പഠിച്ചു. ഇനി ടെക്സ്റ്റിന്റെ സ്റ്റൈല്, പിന്നെ വലിപ്പം, അതിന്റെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഫോണ്ടിന്റെ സൈസ്, അത് ചെറുതാക്കാനും വലുതാക്കാനുള്ളത്. അതുപോലെ തന്നെ ഫോണ്ടിന്റെ കളർ ചൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഡാർക്ക് കളർ ആയത് കാരണം ബ്ലാക്ക് പറ്റൂല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൈറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഫോണ്ട് കളർ എടുക്കുന്നു. ഓക്കെ, സർ ഫോണ്ട് എങ്ങനെ അവിടെ എടുക്കണം ഒന്നുകൂടെ കളർ ചേഞ്ച് പറഞ്ഞുതരോ? ചെയ്യും. എങ്ങനെ? ഫോണ്ട് എങ്ങനെ ചേഞ്ച് ആക്കുന്ന ഒന്നുകൂടെ പറഞ്ഞുതരോ? ആദ്യം ഫോണ്ടിന്മേൽ വിരലുകൊണ്ട് ടച്ച് ചെയ്യാം. ഒരു ഫോണ്ട് ഫോണ്ടിൽ വിരലുകൊണ്ട് അത് ടച്ച് ചെയ്യാം. ഏത് ഭാഗത്താണ് ഫോണ്ട് കാണുന്നത്? എങ്ങനെ? ഇപ്പൊ ഞാൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു, അപ്പൊ വേറൊരു ഡിഫറെന്റ് ഫോമില വന്നത്. ഏതാണ്? ഇപ്പം ബഷീർ ദിനം എന്നുള്ളത് പേസ്റ്റ് ചെയ്തു, അപ്പൊ അത് ഒരു ഡിഫറെന്റ് ഫോമിലാണ് വന്നത്. മലയാളം അല്ലല്ലോ കാണിക്കുന്നത്. അല്ല അല്ല അല്ല, വേറെ ഒരു കുറച്ച് ഇനി ലെറ്റേഴ്സ് ആണ്. താഴെ ഓക്കെ, അത് സെലക്ട് ചെയ്യുമ്പോ താഴെ ഫോണ്ട് കണ്ടില്ലേ? ഫോണ്ട് എന്ന് ബട്ടണ്. ഇനിയിപ്പോ നമ്മള് കിട്ടിയ ഫോം സെലക്ട് ചെയ്യണം അല്ലെ? ഫോണ്ട് ചേഞ്ച് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് അത് മാറ്റണം. കാരണം ഓക്കെ, ഒരുപാട് അപ്പൊ സെലക്ട് ചെയ്യാം. ഓക്കെ മനസ്സിലായി. അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള മലയാള ഫോണ്ടിലേക്ക് സെലക്ട് ചെയ്യാം. ശരി, അപ്പൊ ഇനി ഫോണ്ട് സെലക്ട് ചെയ്ത ആളുകൾക്ക് ആണ് പറയാൻ പോകുന്നത്, ബാക്കിയുള്ളവരെ ചെയ്യാം. നിങ്ങൾ താഴെ ഫോണ്ടിന്റെ കളർ മാറ്റാം. അവിടെ ഫോണ്ടിന്റെ വ്യത്യസ്ത പിന്നെ അലൈൻമെന്റുകൾക്ക് ഉള്ള ഓപ്ഷൻ ഉണ്ട്, കളർ ഉണ്ട്, ഫോർമാറ്റ്, അതായത് ലെഫ്റ്റ് ഭാഗത്ത് വേണോ റൈറ്റ് ഭാഗത്ത് വേണോ, അതിന്റെ അകലം ക്രമീകരിക്കാം. അങ്ങനെ കുറെ ഓപ്ഷനുകൾ വേണ്ട. ഫോണ്ടിന്റെ എഫക്റ്റ് കൊടുക്കാണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ, ഷാഡോ, അങ്ങനത്തെ കുറെ എഫക്റ്റുകൾ ഉണ്ട് ഫോണ്ടിന്. അങ്ങനെ എന്തെങ്കിലും എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നോക്കി രസകരമായ കുറെ എഫക്റ്റുകൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോണ്ടിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണ് എഫക്റ്റിലുള്ളത്. അതായത് ഫോണ്ടിന് ഒരു പിന്നെ ഫോണ്ടിന് വീണ്ടും എന്ത് ചെയ്യാമെന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എഫക്റ്റ് കേട്ടോ. ക്ലിയർ ആയോ? എഫക്റ്റ് പിന്നെ ഫോണ്ടിന്റെ തിക്നെസ് അത് കുറക്കാനാണ് ട്രാൻസ്പെറൻസി യൂസ് ചെയ്യുക. അപ്പൊ ചിലപ്പോ ഉണ്ടോ, അതിന്റെ കട്ടി കുറക്കാനും കൂട്ടാനുമാണ് അത് യൂസ് ചെയ്യുക. നോർമലി ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ
താഴെ കാണാൻ കഴിയും. അതായത് ഫോണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അവിടെ താഴെ മനസ്സിലായി. ഇനി ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ ഫോണ്ട് എടുക്കല് ഇതുവരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നും മനസ്സിലാവാതെ പിന്നെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ടൈപ്പ് ചെയ്യാം. അതായത് ഫോണ്ട് എടുക്കൽ എങ്ങനെയെന്ന് മനസ്സിലായില്ല എന്ന് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയി നിങ്ങൾക്ക് പറയാം. ഇപ്പോ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ. എനിക്ക് വേസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം വന്നില്ല, ഫോണ്ടൊക്കെ ചേഞ്ച് ആയി, പക്ഷേ ആ ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ ബഷീർ ദിനം എന്നുള്ളത് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല. വേറൊരു മാറ്റർ ആണ് അവിടെ വന്നിരിക്കുന്നത്. അത് മാറ്റലാണ് പറഞ്ഞത്. നിങ്ങൾ അത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോഴാണ് താഴെ ഫോണ്ട് എന്നുള്ള ബട്ടൺ വരിക. ഓക്കെ, അത് കണ്ടു. ടച്ച് ചെയ്യുമ്പോൾ ഫോണ്ട് വരുന്നുണ്ട്. അതിലുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു, പക്ഷെ ഇത് ഒന്നും അല്ലാത്ത ഒരു ലെറ്റേഴ്സ് അവിടെ വന്ന് കിടക്കുകയാണ്. എന്നിട്ടും ഫോണ്ട് സെലക്ട് ചെയ്തിട്ടും നിങ്ങളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പറഞ്ഞുതരാം. മലയാളം ഡിഫറെന്റ് ഫോണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ക്യാൻവ പ്രോ നമ്മൾ തന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവ പ്രോയിലേക്ക് മാറണം. അങ്ങനെ മാറിയിട്ടുണ്ടോ റാബിയ? നമ്മളിപ്പോ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന പിന്നെ ലിങ്ക് ഉണ്ട്. അതിന്റെ പ്രോ ലിങ്ക് ഉള്ളവർക്കാണ് ഇത് കിട്ടുക, അല്ലാത്തവർക്ക് ഇപ്പോ ഈ ഫീച്ചർ കിട്ടൂല. ഓക്കെ, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് മീറ്റിംഗിന് ശേഷം കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോ പഠിപ്പിക്കുന്ന മലയാളം ഫോണ്ടോട് കൂടിയുള്ള ഈ ക്യാൻവയാണ്. നിങ്ങൾ നോർമൽ ക്യാൻവ യൂസ് ചെയ്യുന്നവർക്ക് ഇത് കിട്ടൂല. അപ്പൊ നമ്മൾക്ക് ഈ ക്യാൻവ എന്തുകൊണ്ട് നമ്മളിരുന്ന് എടുക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടിയാണത്. കാരണം നോർമലി നിങ്ങൾ ക്യാൻവയിൽ ഈ ഫീച്ചേഴ്സ് കാണാൻ കഴിയില്ല. അത് നമ്മൾ നൽകുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഈ പറയുന്ന മലയാളം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതില് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ പറയും. കൊണ്ടുവരുന്നു? ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എവിടുന്ന എടുത്തത്? ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എടുത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ താഴെ ഭാഗത്ത് കുറെ സംഗതി ഉണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണാം. അവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആവശ്യമായ ഒരുപാട് സംഗതി ഇവിടെ സെർച്ച് ചെയ്യാം. അപ്പൊ ഉദാഹരണമായിട്ട് ട്രീ എന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ട്രീ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിലേക്ക് പ്ലേസ് ആവും. ഉണ്ടാവും, ഇതേപോലെ പ്ലേസ് ആവും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതുവരെ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്, അവര് ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. അതായത് പിന്നെ സൗദ നുസൈബ, നിങ്ങൾക്ക് എന്തായിരുന്നു പ്രയാസം എന്ന് പറയോ? ഹലോ, കിട്ടാത്തത് എന്താണെന്ന് പറയോ? എവിടെയാണ് തടസ്സം? വെച്ചിട്ട് ഞാൻ ചെയ്തിട്ട് പറയാം. എങ്ങനെ പറയും? അതിലേക്ക് മാറാത്തോണ്ടല്ലേ? ഓക്കെ, മുന്നോട്ട് പോവാം. ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എവിടെയുണ്ടെന്നാ പറഞ്ഞത്? അത് ക്ലിയർ ആയില്ല. ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ പറഞ്ഞല്ലോ, അത് അതിലേക്ക് വരാം. നമ്മളിപ്പോ ഒരു പിന്നെ ബ്ലാങ്ക് പേജ് എടുക്കുകയാണ്. ഞാൻ സ്ക്രീൻ നോക്കി നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പേജ് എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഫ്രഷ് ആയി പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്ലാങ്ക് പേജ് കിട്ടും. അപ്പൊ ഈ ബ്ലാങ്ക് പേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാറ്റർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു പോസ്റ്റർ ഇതിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ പിന്നെ എന്താണ്, ജലദിനത്തോടനുബന്ധിച്ചാണ് നമ്മളൊരു പോസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിലേക്ക് വേണ്ട കണ്ടന്റുകൾ ഞാൻ എന്ത് ചെയ്യാണ്, ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നത് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതായത് ഈ റൗണ്ടിൽ ടച്ച് ചെയ്യണ്ട, ജസ്റ്റ് ഈ സ്ക്വയറിൽ ടച്ച് ചെയ്യാതെ പുറത്ത് ടച്ച് ചെയ്യുമ്പോൾ താഴെ ഡിസൈൻ എലമെന്റ്സ്, ഗാലറി അങ്ങനെ കാണിക്കും. കണ്ടല്ലോ, ഞാൻ അങ്ങനെ താഴെ നീക്കുന്നത് കാണുന്നുണ്ടോ? അവിടെ ലാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണും. ഫോട്ടോസ് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണും. കണ്ടോ?
കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് വരെയും വരുന്നുള്ളൂ. എങ്ങനെ ഫോട്ടോസ് വരെ വരുന്നുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരുന്നില്ല. അത് ആ ആപ്സിന്റെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോ നിങ്ങൾക്ക് ഒരു ആപ്സ് കാണുന്നുണ്ടല്ലോ, അതിലൊരു ആപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണുന്നുണ്ട്, അതിലാണ് അത് കാണുക. ഇതിലില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിലേക്ക് വരും. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ? ഒരു ആപ്സ് ഉണ്ടല്ലോ, ഒരു 9 സ്ക്വയർ കണ്ടില്ലേ, അതിന്റെ ആപ്സ് അകത്തുണ്ടാവും. എടുക്കുമ്പോ ഡിസ്കവർ യുവർ ആപ്സ് എന്നുള്ള ഓപ്ഷനാ വരുന്നത്. ഫോർ യു എ പവേർഡ് ക്രിയേറ്റ് സംതിങ് അങ്ങനെയുള്ള ഒരു സ്ക്രീൻ അതിന് വരുന്നു. കുറെ ടൂളുകൾ ഉണ്ടാവും, ആ. അതിന്റെ അടുത്താണ് വരിക. ശരി. ഓക്കെ, അപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ജലദിനാണെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ തന്നെ വാട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ കിട്ടും. ലോക ജലദിനം എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലൊരു നമ്മളിപ്പോ ഒരു മാറ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ആരാണ് ഇറക്കിയെന്നുള്ള കാണിക്കണല്ലോ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു വട്ടം അപ്ലോഡ് ചെയ്ത കണ്ടന്റ് മൊത്തം ഈ ഇതിനകത്ത് ഉണ്ടാവും. നമ്മൾ ഒരു തവണ അപ്ലോഡ് ചെയ്ത എല്ലാ കണ്ടന്റുകളും നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ലോഗോ പോലുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ ഒരു വട്ടം ചെയ്താൽ മതി. അപ്പൊ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്ന മറ്റൊരു കാര്യം പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പൊ ഈ ലോഗോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമുക്ക് ഒരു മാച്ചായി തോന്നുന്നില്ല, ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന മാതിരി ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണത്, നമുക്ക് വൃത്തിയിൽ പ്ലേസ് ചെയ്യണം. ആ ലോഗോ വളരെ വൃത്തിയിൽ എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആ വെയിറ്റ് പോകണം, എന്നാൽ മാത്രമാണ് അതൊരു വൃത്തി ഉണ്ടാകുക. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രം സെലക്ട് ചെയ്യാം. ചിത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ എഫക്റ്റ് എന്ന് കാണും. എഫക്റ്റ് എന്ന് കാണും, അവിടെ BG റിമൂവർ ക്ലിക്ക് ചെയ്യാം. ഇതും പ്രോല് മാത്രമേ ഉള്ളൂ. BG റിമൂവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് പോയതായിട്ട് കാണാം. ക്ലിയർ ആയില്ലേ? ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു നോക്കുക. ഞാൻ അതിന്റെ ടൂളുകൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്, ബാക്കി നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ലോഗോന്റെ സംഗതി പോയി. ഇനി നിങ്ങൾ ഇതിലേക്ക് ഒരു ചിത്രമാണ് ആഡ് ചെയ്യുന്നത് വിചാരിക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണേ, ഒരു കുട്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോസിൽ പോയിട്ട് ഒരു കുട്ടി വാട്ടർ എന്ന് പറഞ്ഞ് കിഡ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കിഡ്സ് ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, ഒരു ചിത്രം വന്നല്ലോ ഇവിടെ. അത് നമ്മൾ ഇതിലൊരു ചിത്രം എടുക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എങ്ങനെയാന്നുള്ളത് കാണിച്ചു. ഒരു ചിത്രം എടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് കൊടുക്കാം, BG റിമൂവർ കൊടുക്കാം. ഇത് നിങ്ങൾ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെയ്യേണ്ടത് അവിടെ എഡിറ്റ് എന്നാണ് ഉണ്ടാകുക, എഫക്റ്റ് അല്ല, പകരം എഡിറ്റ് ആണ് ഉണ്ടാകുക. ചിത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് അത് എടുക്കാം. ഒരു സംശയം, പറഞ്ഞോളൂ. നമ്മളിപ്പോ ലോഗോ ഒന്നും ഇല്ലാത്ത കാരണം നമ്മുടെ കയ്യിൽ ലോഗോ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ലോഗോ ഉള്ളത്. അപ്പൊ അതിന് നമ്മളവിടെ എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് പകരം? ഒരു ഉദാഹരണത്തിന് അല്ല, നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചെയ്യാം, ഒന്നുമില്ല സ്ഥാപനത്തിന് വേണ്ടിയായിരിക്കും. അപ്പൊ സ്ഥാപനത്തിന്റെ ലോഗോ ആണെങ്കിൽ യൂസ് ചെയ്യാം, അതിന്റെ PNG ആക്കാം. ഞാൻ പറയുന്ന ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണതാണ് നമ്മളെ വിഷയം. ലോഗോ ഉണ്ടാക്കുന്നല്ല, ലോഗോ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഡ്രസ്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? നിങ്ങളിപ്പോ ഒരു കമ്പനിക്കോ ഓഫീസിനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ ലോഗോ യൂസ് ചെയ്യാറുണ്ടല്ലോ. മിക്കവാറും നമ്മളൊരു എന്തെങ്കിലും ഒരു സംഘടനക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലബിന് വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് ചെയ്യാം, അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥാപനത്തിന് ലോഗോ യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പോ നോക്കൂ, അവിടെ വളരെ വൃത്തിയിൽ അത് കട്ടായി വന്നതുണ്ടോ? ക്ലിയർ ആയോ? ഇനിയിപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടോ കുറക്കും ചെയ്യാം. ഈ ട്രാൻസ്പെറൻസി എടുത്തിട്ട് നമുക്കതൊന്ന് കുറച്ച് കൊടുക്കാം. നിങ്ങളത് ഓക്കെ ആയിക്കണമെങ്കിൽ F ചാറ്റ് ചെയ്യാം. ഈ എഫക്റ്റ് എന്ന് പറയണതും ഈ പറഞ്ഞ ആപ്പിൽ തന്നെയാണോ?
എഫക്റ്റ് എന്ന് പറയുന്നത് മൊബൈലിലാണ് കാണുക. നമ്മൾ ചിത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് എടുത്താൽ മതി. അങ്ങനെ കാണുന്നില്ല. അത് ചിത്രം സെലക്ട് ചെയ്യുമ്പോഴേ കാണുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഫോണ്ടിന്റെ മെനുകൾ കാണുന്നുണ്ടെങ്കിൽ ഫോണ്ട് ചൂസ് ചെയ്യണം. ചിത്രത്തിന്റെ എഡിറ്റുകളിൽ ടൂളുകൾ കാണുന്നുണ്ടെങ്കിൽ ചിത്രം ചൂസ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ ആയവരെ F ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ചിത്രം പ്ലേസ് ചെയ്യാൻ പറ്റി, വൃത്തിയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയെങ്കിൽ F ടൈപ്പ് ചെയ്യാം. സർ എല്ലാം മനസ്സിലായി. ഐ എം സോറി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതില് ഫസ്റ്റിൽ നമ്മൾ ഏത് പേജ് എടുക്കുന്നത്? മീൻസ് ഇപ്പൊ രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് റിമൂവറും ഒക്കെ ചെയ്തില്ലേ? അത് നമ്മൾ ഏതെങ്കിലും ഒരു പേജ്, ഇത് എല്ലാ പേജിലും ഒരേ റൂളാണ്. ആണോ? മനസ്സിലായോ? ക്യാൻവയില് നമ്മൾ ഏത് ബ്ലാങ്ക് പേജ് വേണമെങ്കിലും എടുക്കാം. ഏത് ബ്ലാങ്ക് പേജ് വേണമെങ്കിലും എടുക്കാം, ഒരേ പോലെയാണ്. ഓക്കെ. ഇത് നമ്മൾ എന്താ വെച്ചാൽ നമ്മളിപ്പോ അതിന് ടൂളുകളാണ് പരിചയപ്പെടുന്നത്. ബാക്കി അതിന്റെ ക്രിയേറ്റിവിറ്റി ലെവൽ നിങ്ങളാണ് ആലോചിക്കേണ്ടത്. ഇതെങ്ങനെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. കാരണം ക്രിയേറ്റിവിറ്റി ഓരോരുത്തരുടെയും വ്യത്യസ്തരാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മളുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. നമ്മളിപ്പോ ടൂളുകളാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് എവിടെയാണെന്നുള്ളത് വിഷയമല്ല, എല്ലാ പേജും ഒരേപോലെ ഇതിന്റെ എഡിറ്റിങ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, ഏത് ഡിസൈനിലും യൂസ് ചെയ്യാം. ഓക്കെ, മെത്തേഡുകൾ സെയിം ആണ്. മനസ്സിലായില്ലേ? ബാക്കി അവരുടെ ഫ്രെയിം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെടുത്തുന്ന ടൂളുകളാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ കുട്ടിയുടെ ചിത്രം കൊടുത്തു. ഇത് നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചിത്രം ഇവിടെയാണ് വിചാരിക്കുക. ഇതിനൊരു ഭംഗിക്കുറവില്ലേ? ഇങ്ങനെ ചിത്രം കാണുന്നതിൽ ശരിയാണോ അല്ലേ? ഉണ്ട്. അതെ, അതിങ്ങോട്ട് അതെന്താന്ന് തിരിക്കണം. വെച്ചാൽ അത് ഒന്നില്ലെങ്കിൽ ഇവിടെയാണ് ഈ ചിത്രം വരേണ്ട നിർബന്ധമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫ്ലിപ്പ് ചെയ്യണം. എങ്ങനെ? സോറി, ഇതല്ല, ഈ ഫ്ലിപ്പ് ചെയ്യണം. ഇപ്പൊ ഇതിനൊരു കാണാൻ വൃത്തിയുണ്ട്, ശരിയല്ലേ? അതെങ്ങനെ ചെയ്തു? കാണാൻ സുഖമുണ്ട്. അത് ആ ചിത്രം സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഈ ഫ്ലിപ്പ് വരും. ഈ ഫ്ലിപ്പ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ നമ്മളെ ഫോട്ടോ, സംസാരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ പോലും ഒരിക്കലും സംസാരിക്കുന്ന ആളുകളുടെ ഫേസ് അല്ലെങ്കിൽ ആ മുഖത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണം, ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം. ഇത് ഫോട്ടോഗ്രാഫിന്റെ ഒരു റൂൾസിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഇത് പ്രൊഫഷണലി പഠിച്ച ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അത് കുറച്ചുകൂടി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു സ്പീച്ച്, നമ്മളിപ്പോ ഒരു ചിത്രം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണേന് ഫോട്ടോസ് എടുത്തു, എന്നിട്ട് ഒരു ഓക്കെ, ഒരാൾ സംസാരിക്കുന്ന ഒരു സംഭവം എടുക്കും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്യാൻ പോകണേ. എഫക്റ്റ് കൊടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ ചിത്രം ഇങ്ങനെ വെക്കുന്നതിൽ ഭംഗി ഒന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. സംഭവം ഒരാൾ സംസാരിക്കുകയാണ്, ഈ സൈഡിൽ വെക്കുമ്പോ ഭംഗിയുണ്ടോ? ഈ ചിത്രത്തിന് ഒരു രസം തോന്നുന്നുണ്ടോ ഈ ഒരു പോസ്റ്ററിന്? ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ നമ്മള് ഒരു മുന്നിൽ നമുക്കൊരു ശ്വാസം വിടാനൊരു സ്ഥലമാണെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഈ പോസ്റ്ററിലാണെങ്കിലും ഇതൊരു പ്രധാനമാണ്. നമുക്ക് മുന്നിൽ എന്ത് ചെയ്യണം, ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് അതിന് പറയാറുള്ളത്. മനസ്സിലായോ? അപ്പൊ മുന്നിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു ലിവിങ് സ്പേസ് കൊടുക്കണം. അതൊരിക്കലും ഈ അറ്റത്തേക്ക് ഇങ്ങനെ ആവരുത്. ഇത് പോസ്റ്ററിന്റെ എല്ലാ ഭംഗിയും കെടുത്തും. അതിന്റെ ഒരു അൺപ്രൊഫഷണൽ ആണത്. നേരെ മറിച്ച് ഈ ഫോട്ടോ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുള്ളൂ, ഈ സൈഡിൽ വെക്കാൻ സ്ഥലമല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോ ഫ്ലിപ്പ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നോക്കിക്കോട്ടോ. ഈ ചിത്രം ശരിക്കും നോക്കുക, ഇത് ഫ്ലിപ്പ് ചെയ്യാണ്. എന്തായി? ആ ഫോട്ടോക്ക് ഒരു ഒന്നുകൂടി ഭംഗി വന്നില്ലേ? ഇത് നമ്മൾ സംസാരിക്കുന്ന ഫോട്ടോ ആകുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. അതേപോലെ ഡയറക്റ്റ് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ സെന്ററിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അപ്പൊ അങ്ങനെയുള്ള ഫ്ലിപ്പ് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനിതിൽ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഫ്ലിപ്പ്. മനസ്സിലായോ? ക്ലിയർ ആയി? ഇനി നമുക്ക് ഇതിൽ വേറെ ടൂള് പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ഈ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫോട്ടോ വെച്ചു. അപ്പൊ നമ്മൾ ലെറ്റർ മറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെയർ ആണ് അതിനെടുക്കേണ്ടത്. ഈ ലെയർ നിങ്ങൾ നോട്ട് ചെയ്യണം. ലെയർ എന്നുള്ള ബട്ടൺ എടുക്കണം. ലെയറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. ഏറ്റവും മുകളിൽ ഏത് വരണം എന്നുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കുട്ടിയാണ് ഏറ്റവും മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, നമ്മുടെ എല്ലാ ലെയറുകളും ഇവിടെ ഉണ്ട്. അപ്പൊ കുട്ടി എന്തായി, മുകളിൽ വന്ന്. അപ്പോ
ജലദിനം ആണ് നമുക്ക് മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ജലദിനം എടുത്തിട്ട് ഇങ്ങനെ നീക്കിയിട്ട് മുകളിലേക്ക് വെക്കാം. ഓക്കെ, അപ്പൊ സർ ഇതില് പൊസിഷനും ഈ ലെയറും രണ്ടും സെയിം തന്നെയാ? അത് പറഞ്ഞുതരാം. ലെയറിന്റെ ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് കുറെ കണ്ടന്റുകൾ വരുമ്പോൾ നമുക്ക് ഏത് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളതാണ് ലെയറിൽ വരുന്നത്. ഇനി നമുക്ക് പൊസിഷൻ നോക്കാം. പൊസിഷൻ നോക്കുക എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഐക്കണ് തൊട്ട് മുന്നോട്ടോ ബാക്കോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിലാണ് പിന്നെ എന്ത് ചെയ്യാം, പൊസിഷൻ കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഇത് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബാക്ക്വേർഡ് തൊട്ട് ബാക്കിലേക്ക് മാറി. പിന്നെ ഇങ്ങനെ അടിച്ചടിച്ചാൽ ബാക്കിലേക്ക് ഇങ്ങനെ പോകും. ഫോർവേഡ് അടിച്ചാൽ മുന്നോട്ട് വരും. ഇനി ഏറ്റവും ബാക്കിലേക്ക് ഇത് പോകണമെന്നുണ്ടെങ്കിൽ ടു ബാക്ക്, ഏറ്റവും ഫ്രണ്ടിലേക്ക് വരെങ്കിൽ ടു ഫ്രണ്ട്. ക്ലിയർ ആയോ? അതായത് ഇതിന്റെ വ്യത്യാസം, ഇത് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് മാത്രം മുന്നോട്ട് ബാക്കോട്ടും മാറ്റാനാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് ഇങ്ങനെയാണ് ഫോട്ടോ വരുന്നത്. അവിടെ ഇപ്പൊ ജലദിനം കാണുന്നില്ല അല്ലെ? ലോഗോ കാണുന്നില്ലല്ലോ. ലോഗോ അല്ല കാണുന്നത്, ലോഗോ കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു, ആ ലെറ്റർ സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. ആ ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് അത് വരുന്നത്. അത് പിന്നെ മൊബൈലാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ വരും. എന്നാലും നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഈ സംഭവം എന്തെടുക്കുന്നു, പൊസിഷൻ എടുത്തിട്ട് ഫോർവേഡ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ചിത്രം നീക്കി വെച്ച് നോക്കുക, ഉണ്ടല്ലോ, മറിഞ്ഞില്ലല്ലോ, മുകളിൽ വന്നില്ലേ. അതാണ് പൊസിഷൻ. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഫോട്ടോസ് പറഞ്ഞു. ഫോട്ടോസ് നമുക്ക് ആവശ്യമില്ല, ഫോട്ടോ സെലക്ട് ചെയ്യാം. പ്രൊജക്ട് നമ്മൾ ഓൾറെഡി ഉള്ളതാണ്. ഡ്രോ എന്ന് പറയുന്നത് വരക്കുന്നതാണ്. ഇന്നിപ്പോ ഡയറക്റ്റ് നമുക്ക് ആവശ്യമില്ല. എലമെന്റ്സ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാണ്. ഇന്ന് നമ്മൾ എലമെന്റ്സ് ഒന്നും കൂടി പറയും. എന്തിനാന്ന് വെച്ചാൽ ആ ഷേപ്പ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നു ഷേപ്പുകൾ രൂപപ്പെടുത്തുന്ന പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ഷേപ്പിന്റെ അകത്ത് ആളുകളെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. ഓക്കെ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് കൊടുക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ഷേപ്പ് സെറ്റ് ചെയ്യലാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ബ്ലാങ്ക് പേജ് ബാക്ക് അടിച്ചിട്ട് നമുക്കൊരു ബ്ലാങ്ക് പേജിലേക്ക് പോവാം. നമുക്കൊരു വിന്നേഴ്സിന്റെ ഫോട്ടോസ് ആണ് നമ്മൾ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ഒരു ഫോട്ടോ ചേർത്തിട്ട് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പോഴൊക്കെയാണ് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് ആവശ്യം വരിക. ഓക്കെ, ഉദാഹരണമായിട്ട് വിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റർ നമുക്ക് ഇറക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വിന്നേഴ്സ് സെർച്ച് ചെയ്താൽ തന്നെ ആ ടൈപ്പ് പോസ്റ്ററുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആയി കിട്ടും. കണ്ടോ? ഇതിൽ ആകെ എന്ത് ചെയ്താൽ മതി, കണ്ടന്റ് മാത്രം, ഫോട്ടോ മാത്രം മാറ്റി കൊടുത്താൽ മതി. എങ്ങനെ ഇതേ രീതിയിൽ ഒരു പോസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, നോക്കാം. മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ F ടൈപ്പ് ചെയ്യാം. ഓക്കെ, മുന്നോട്ട് പോകാമെങ്കിൽ F ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. ഒന്ന് മലയാളം ഫോണ്ട് സെറ്റ് ചെയ്യുക, രണ്ടാമത്തത് ഇമേജ് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ F ടൈപ്പ് ചെയ്യാം. മൂന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, ഒരു ഷേപ്പ് സെറ്റ് ചെയ്യില്ല എങ്ങനെയെന്നുള്ളത് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഈ നമ്മളിപ്പോ ഓരോ ദിവസം പഠിക്കുന്നതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഒരു സാധനം വരേണ്ടത്. അപ്പൊ ചില ആളുകളെങ്കിലും വിചാരിക്കും ഇതിപ്പോ മാത്രം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാന്നുള്ളത്. ഇത് നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ ഓരോ ടൂളുകളാണ്. നമ്മളിപ്പോ ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈ ടൂളുകളൊക്കെ വെച്ചിട്ടൊരു സാധനം ഓരോരുത്തരും ചെയ്ത് പ്രാക്ടീസ് ചെയ്തിടണം. ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ഇടേണ്ടത് ഒരു ലൈറ്റ് പോസ്റ്റർ ആണെന്നില്ല. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു പോസ്റ്റർ ചെയ്തിട്ടാൽ മതി. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്തിടണം, എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ് നമുക്ക് തുടരാൻ പറ്റുള്ളൂ. ഓക്കെ, മുന്നോട്ട് പോവാം. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പോകണം.
നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യണല്ലോ. അപ്പൊ ഇല്ലത് നമുക്ക് പിന്നെ ആവശ്യമില്ല. അപ്പൊ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ഒഴിവാക്കുന്നുണ്ട്. ഇനി അതേപോലെ നമുക്ക് റൗണ്ടിൽ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങൾ വരണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത് ഒഴിവാക്കാം. ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മാറ്റർ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഈ സംഭവം ഒഴിവാക്കി. ഓക്കെ, നമ്മൾ ഇനി അപ്ലോഡിന്ന് നമ്മൾ നേരത്തെ നമ്മളുടെ ലോഗോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോ മലർവാടി എന്ന് പറഞ്ഞ ലോഗോ കിട്ടി. അത് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, കൊടുത്തു. അപ്പൊ ഇനി ഇതന്നെ ആയിക്കോട്ടെ. മലർവാടി യൂണിറ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഫോട്ടോസ് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ? ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ എലമെന്റ്സ് ആണ് ഇനി എടുക്കേണ്ടത്. എലമെന്റ്സ് എടുക്കുക. എലമെന്റ്സ് എടുത്ത് താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രെയിംസ് എന്ന് കാണും. ഫ്രെയിംസ്, അതായത് ഈ ഒരു ഗാലറിയുടെ ചിഹ്നം വരുന്ന എല്ലാതും നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ യൂസ് ചെയ്താൽ ആ ഷേപ്പിലേക്ക് നമുക്ക് ചിത്രങ്ങൾ ആഡ് ചെയ്യാനുള്ള സംവിധാനമാണ് ഫ്രെയിംസ്. ഇതൊക്കെ തന്നെ. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്, ഒരുപാട് സ്റ്റൈൽ ഉണ്ട്. ഇവിടെ ആരോ നക്കി കഴിഞ്ഞാൽ വീണ്ടും ആ കാറ്റഗറിയിൽ ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ കാണാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ചൂസ് ചെയ്തു. ക്ലിയർ? ഇനി ഇതിന്റെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇത് വീണ്ടും എടുത്ത് നമുക്ക് ചെറുതാക്കി വലുതാക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ സൈസ് കറക്റ്റ് കിട്ടിക്കോളുന്നില്ല. അപ്പൊ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ 3 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ടച്ച് ചെയ്യുമ്പോൾ സെലക്ട് ആവും. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ഈ ഡിലീറ്റിന്റെ പുറത്ത്. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വേറെ ഓപ്ഷനുകളാണുള്ളത്. പക്ഷേ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ വേറെ കോപ്പി കിട്ടും. അപ്പം പിന്നെ ഇവിടെ നമുക്ക് 3 ഫോട്ടോ ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എടുക്കാം. ഇനി ഇവിടെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ ഉണ്ടാക്കാം. എത്രയും അതേപോലെ ഇങ്ങനെ കൊടുക്കാം. നമ്മളിപ്പോ 2 മതി നോക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഇതെടുത്തു. ഇനി നമുക്ക് അടുത്ത വീണ്ടും എലമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ എലമെന്റ്സിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഷേപ്പ് വേണമെങ്കിൽ എടുക്കാം. ഈ ഷേപ്പുകളൊക്കെ നിന്നാണ് എടുക്കുക, എലമെന്റ്സ് നിന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്കിപ്പോ നേരത്തെ കണ്ടല്ലോ ഓവൽ ഷേപ്പിലുള്ള സംഗതി, കുറെ സംഗതികൾ ഇതിന്റെ അകത്തുണ്ട്. പിന്നെ ഫ്രെയിം മനസ്സിലായല്ലോ, ഈ സംഭവങ്ങളാണ് ഫ്രെയിം, ആ ഗാലറിയുടെ ചിഹ്നമുള്ളത്. അതേ സമയത്ത് ഇതില് ഷേപ്പുകളുണ്ട്. ഷേപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഷേപ്പുകളാണ്. അതിലെന്തില്ല, ചിത്രങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമല്ല. ഓരോരോ ഷേപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഉണ്ടോ? ഓരോ ഷേപ്പുകൾ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്തല്ലോ, പേര് കൊടുത്തിരുന്നത് ഇങ്ങനത്തെ ഷേപ്പിലായിരുന്നു. അപ്പൊ ആ ഷേപ്പിന്റെ കളറൊക്കെ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും നമുക്ക് 2 വേണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. ഓക്കെ, ഇത് എടുത്തു വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോ ലൈനുകൾ ഇവിടെ അങ്ങനെ വയലറ്റ് ലൈനുകൾ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയും കാണും. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുമ്പോൾ അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് വരുമ്പോഴാണല്ലോ പ്രൊഫഷണൽ ആകുക. ഇതേ പ്രൊഫഷണൽ ടച്ച് സാധാരണ മൊബൈലിൽ നമ്മൾ ചെയ്യുന്ന പല പോസ്റ്ററുകൾ കിട്ടാത്തതിന്റെ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? വാരി വലിച്ചിട്ട് ഇടുന്നോണ്ടാണ്. അപ്പൊ ഇതിനൊക്കെ ഓരോന്നും പ്ലേറ്റ് അതിന്റെ പാറ്റ് അലൈൻമെന്റ് കറക്റ്റ് ആക്കണം. ഉദാഹരണമായിട്ട് ഇതാണോ,
നമ്മൾ കറക്റ്റ് ആണോ വെച്ചതെന്നുള്ളത് ഇവിടെ ലൈൻ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അത് അനുസരിച്ച് അങ്ങോട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സംഗതി സെറ്റായി. ഇനി എനിക്ക് വേണ്ടത് ഇതിലേക്കുള്ള ചിത്രങ്ങളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഗാലറി പോകുന്നു. ഗാലറി പോയതിനു ശേഷം ഗാലറിയിൽ വന്ന ചിത്രങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഗാലറിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ 2 ചിത്രം ആഡ് ചെയ്തു. ആ 2 ചിത്രങ്ങൾ ഇവിടെ വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ നീക്കുന്ന സമയത്ത് അതിന്റെ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിലേക്കാണ് കയറും. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിന്റെ മുകളിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് വീണോളും. ഉണ്ടോ, അതിലേക്ക് വീണു, ഫ്രെയിമിന്റെ അകത്തേക്ക് വീണ്. ഇത്രയും ക്ലിയർ ആയോ? ചിത്രങ്ങള് അപ്ലോഡ് ചെയ്തതിന് ഇതിലേക്ക് വീണു. ഇനി നമ്മൾ ചെയ്യുന്നത് ഓക്കെ. ഓക്കെ, ഇനി ചെയ്യുന്നത് ഇപ്പൊ ഒരു ചിത്രം വലുതും ഒരു ചിത്രം ചെറുതുമാണ് അല്ലെ? ഇതൊരു പൊസിഷൻ കറക്റ്റ് ആണോ? ഈ ചിത്രം ഇങ്ങനെ കൊടുത്താൽ ഭംഗി ഉണ്ടാവോ? ഇതില് ഗേളിന്റെ ഫോട്ടോ കുറച്ചുകൂടി ക്ലോസപ്പ് ആണ്, ബോയുടെ ഫുൾ സൈസ് ആണ്. ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ? ക്രോപ്പ് ചെയ്യണം. എങ്ങനെ? അല്ല, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത് നിങ്ങൾ പറയും? ഒന്ന് Resize ചെയ്യണം. പിക്ചറിന എന്നിട്ട് മുഖം ബോയിന്റെ ഫേസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം അല്ലെ? യെസ്. നോർമലി നമ്മൾ ഇതിങ്ങനെ പിടിച്ച് തിരിച്ചാലൊക്കെ ഒന്നായിട്ട് മാറുക ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇതാക്കി, അതോ അബദ്ധത്തിൽ ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ച എന്താ ചെയ്യണ്ടേ? പലപ്പോഴും ചിലപ്പോൾ സംഭവിക്കും കൈയൊക്കെ തട്ടിട്ട്. ഇനി ഇത് അതേമാതിരി ചിലപ്പോൾ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞോളന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് മുകളിലുള്ള ഈ ആരോ ബട്ടൺ യൂസ് ചെയ്യേണ്ടത്. കണ്ടോ, മുകളിൽ ലെഫ്റ്റ് ആരോ കണ്ടില്ലേ? അങ്ങനെ അബദ്ധം സംഭവിച്ച് കണ്ടു. തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലെഫ്റ്റ് ആരോ. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് അവിടേക്ക് തന്നെ വരും. അത് നമ്മള് നേരത്തെ ഉള്ള സ്റ്റെപ്പ് ബാക്ക് പുറകോട്ട്, സ്റ്റെപ്പ് ബാക്ക് മുന്നോട്ട്, സ്റ്റെപ്പ് ഫ്രണ്ട് മുന്നോട്ട് ബാക്കോട്ട്, നമുക്കിത് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പോവാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഫോട്ടോ നമുക്ക് മാറ്റണം. ഇത് പിടിച്ച് തിരിച്ചാലൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ആവില്ല. അപ്പൊ അതിനൊറ്റ ട്രിക്കേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ലൈവ് എക്സ്പീരിയൻസിന്റെ ഒരു സൗകര്യം. കാരണം നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു ഫോട്ടോ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് നട്ടുന്നിരിക്കല്ലാതെ നിങ്ങൾക്ക് ഇത് ശരിയാക്കി എടുക്കാൻ കഴിയില്ല. അതോടുകൂടി നമ്മളോട് ടച്ച് പോകും പലപ്പോഴും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് വെച്ചാൽ ചിലപ്പോ ഇത് ഒന്ന് ലൈവായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടില്ല, അല്ലെങ്കിൽ ആരുടെയൊക്കെ ഹെൽപ്പ് ആവശ്യം വരും. അപ്പൊ അതാണ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും എവിടെയും നോക്കിയാലും കിട്ടിക്കോളണമെന്നില്ല ഇത് ഈ ഒരു പണി ചെയ്യാൻ. അത് നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചിത്രത്തിൽ 2 വട്ടം തട്ടണം വിരലുകൊണ്ട്. 2 വട്ടം ടാപ്പ് ചെയ്യണം. എന്നിട്ട് മൂലയിൽ പിടിച്ചിട്ട് വലിക്കുക. ഓക്കെ, ഡണ്ണ് കൊടുക്കുക. 2 ഓള് വരെ ഷേപ്പിലേക്ക് വന്നില്ലേ? ഇനി നമ്മൾ ടി എടുത്തിട്ട് നമ്മളിവിടെ പേര് ടൈപ്പ് ചെയ്യാണ്. പേര് ടൈപ്പ് ചെയ്യാൻ ഒരിക്കൽ കൂടി നമ്മളുടെ FMLന്റെ സഹായം തേടുകയാണ്. കാരണം നമുക്ക് പിന്നെ ഇന്ന് പഠിച്ച സാധനം ഒന്നും കൂടി ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാലോ. എന്തായിരുന്നു പേര്? കോഡ് FML അല്ലേ? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, മറുവാൻ എന്ന് പറഞ്ഞു മറ്റൊരു കുട്ടിയുടെ പേര്. രണ്ട് പേര് ഇവിടെ ഞാൻ എടുത്തു. എന്നിട്ട് ഇവിടെ താഴെ എടുത്തത് കോപ്പി ചെയ്യണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ടി എടുക്കുന്നു. പുറത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് ടി വരുന്നത്. ടി വരുന്നു. ഒരു ആഡ് സബ് ഹെഡിങ് അതിൽ ഇത് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് രണ്ടും രണ്ടായിട്ട് കിടക്കണല്ലോ. അപ്പൊ അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ടി എടുക്കുകയാണ്, സബ് ഹെഡിങ് കൊടുക്കുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്യണം.
നമ്മൾ ഫോണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫോണ്ട് എടുക്കുന്നു. എല്ലാ ഓവർ ഡെക്കറേഷൻ കൊടുക്കരുത്. ഈ പേരൊക്കെ എഴുതുമ്പോൾ വായിക്കാൻ മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് ഒരു നോർമൽ ഫോണ്ട് എടുത്താൽ മതി. രണ്ടും ഒരേ സംബോധന രണ്ടും രണ്ട് ടൈപ്പ് ആകരുത്. ഓക്കെ. ഇനി ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് വെച്ചാൽ കാണൂല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാണുന്നുണ്ടോ? ഇല്ല. വൃത്തി കാണുന്നുണ്ടോ? ഇല്ല. എന്താ ഇനി ചെയ്യേണ്ടത്? നിങ്ങൾ പറയും. വൈറ്റ് കളർ കൊടുക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ ഇടും. അപ്പൊ ഫോണ്ടിന്റെ കളർ വെയിറ്റ് ആക്കിയാൽ മതി. ഈ കളർ ചൂസ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പിന്നെ പോസ്റ്ററിൽ ഉപയോഗിച്ച കളറുകൾ തന്നെ ഇതിലേക്ക് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണമായിട്ട് നിങ്ങളൊരു പച്ച പോസ്റ്റർ നിങ്ങൾ ചെയ്യേണ്ടതിൽ പെട്ടെന്ന് എന്തോ ഒരു ഫോണ്ട് പെട്ടെന്ന് നീലയൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കറുപ്പ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കറുപ്പും വെള്ളിയും പിന്നെയും പ്രശ്നമല്ല, അല്ലെങ്കിൽ പിങ്ക് ആഡ് ചെയ്യാം. ഒരു ബന്ധമില്ലാത്ത കളറുകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നത് ഈ ഫോട്ടോയുടെ പ്രൊഫഷണൽ ടച്ച് നഷ്ടപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ഫോട്ടോ കളറുകൾ ഇതിൽ തന്നെ കിട്ടും എന്നുള്ളതാണ്. അതായത് ക്യാൻവ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ച ഓരോ ചിത്രത്തിന്റെ കളറുകൾ ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഇവിടെ ഉപയോഗിച്ച കളറാണ് ഈ ടാഗിലെ. ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ആക്കണം. ഇല്ല, നമ്മളിപ്പോ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അല്ലല്ലോ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫ്രെയിം ആഡ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ഫോണ്ടിന്റെ കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ നോക്കിയാലോ. ആണോ? ഇപ്പൊ നോക്ക്, അവിടെ ഇപ്പൊ ഈ കളർ ചൂസ് ചെയ്തപ്പോ അതിനൊരു ലോജിക്ക് ഉണ്ട്. ആ ലോജിക്ക് എന്താ വെച്ചാല് ഇതിൽ തന്നെ ഉപയോഗിച്ചപ്പോ നമ്മൾ ചില പോസ്റ്റർ അതിലുള്ള രണ്ട് ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് സെയിം ആക്കാൻ പറ്റുമോ? ഈ കളറാണ്. നമുക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. നേരത്തെ പഠിച്ച ടൂൾ തന്നെ ഇതിൽ യൂസ് ചെയ്യാം. അങ്ങനെയല്ല, വേറൊരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ആഡ് ആക്കാൻ പറ്റുമോ? ഓക്കെ. ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്കൊരു ഹെഡിങ് കൂടി ആഡ് ചെയ്യാം. ടി എടുക്കുക. ടി എടുത്തിട്ട് ഹെഡിങ് ഞാൻ കൊടുക്കാണ് ക്യാപ്റ്റൻ. ഇനി അതിന്റെ കോപ്പി എടുക്കുക. അതിന്റെ ഫോണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് കളറാണ് നല്ലത്. ഇനി അതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കുക. അതാണ് പിന്നെ ഇപ്പൊ ക്യാപ്റ്റൻ കൊടുത്തു. അപ്പൊ അതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കുക. എന്ത് ചെയ്യാ, ഇവിടെ വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വൈസ് ക്യാപ്റ്റൻ കൊടുത്ത്. ഓക്കെ. ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫിറ്റ് അല്ല. കാരണം ഇതൊരു സമ്മാനം കൊടുക്കുന്ന സംഭവമായിരുന്നു. അത് ഇതിലേക്ക് അത്ര ഫിറ്റ് ആയിട്ട് തോന്നുന്നില്ലല്ലോ. നമുക്ക് ഇത് തന്നെ ഇവിടുന്ന് ഒഴിവാക്കാം. നമുക്ക് പകരം കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ പോകണം. ഇതൊന്നും വേണ്ട. ഓരോന്നും നമുക്ക് റിമൂവ് ചെയ്യാം. ഇതൊക്കെ വെവ്വേറെ പീസുകളാണ് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇവിടെ നോക്ക്, ഒരു ബിൽഡിങ്ങുകൾ ഇവിടെ കൊടുത്തു നോക്ക്. ഇതെന്താ സംഭവിച്ചത്? ഇത് ഇവിടെ കൊടുത്തിരുന്നവരെങ്ങനെ നോക്കിക്കോട്ടോ. ഇതാണ് കുറച്ച് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചില ഫോട്ടോഷോപ്പിൽ നമ്മൾ നല്ല പ്രൊഫഷണൽ ഡിസൈനിലൊക്കെ കണ്ടിട്ടില്ലേ? ചില ഇപ്പൊ ഒരു സമരത്തിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ കുറെ കൊളാഷൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണും. കണ്ടിട്ടുണ്ടല്ലോ? യെസ് ഓർ നോ? അതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒറിജിനൽ ചിത്രയിൽ ഇട്ടിട്ട് ഈ ട്രാൻസ്പെറൻസികൾ കുറച്ച് വെച്ചാൽ മതി. ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ പോസ്റ്ററായി മാറുക. അപ്പൊ അത് നമുക്ക് മൊബൈലിലും സാധ്യമാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പൊ ഉണ്ടോ, ഇത് നോക്കി, ഇതിങ്ങനെ വെച്ചാൽ അതിന്റെ ഇതൊക്കെ പോയില്ലേ? അവിടെ എന്താ അത് ആ ബിൽഡിംഗ് എടുത്ത് കാണിച്ചു. ഒരു ബന്ധമില്ല ബിൽഡിംഗ് ഈ പോസ്റ്റർ ആയിട്ട്.
മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഈ പോസ്റ്റർ ഭംഗിയാക്കാൻ പറ്റുന്ന എല്ലാ എലമെന്റ്സും നമുക്ക് ഇതിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ ചൈൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ എവിടെ പോയിട്ടാണ്, ഫോട്ടോസിൽ പോകുന്നു. അല്ലെങ്കിൽ കിഡ്സിൽ, ഇവിടെ കിഡ്സ് എന്ന് സെർച്ച് ചെയ്യാം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോഴും കിഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഫോട്ടോസ് പോവാം. ഫോട്ടോസ് പോയിട്ട് നമുക്ക് കിഡ്സ് BG ബാക്ക്ഗ്രൗണ്ട്, കിഡ്സ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുന്നു. നോക്കി താഴോട്ട് വരാം. കിഡ്സ് ബാക്ക്ഗ്രൗണ്ട്, നല്ല രസകരമായിട്ടുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വന്നില്ലേ? ഇപ്പൊ എന്തായി സംഭവിച്ചേ? അത് പോസ്റ്ററൊക്കെ മുങ്ങിപ്പോയി അല്ലേ? അതിനെന്താ ഇനി സൊല്യൂഷൻ പറയും? നിങ്ങൾ തന്നെ പറയും, പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യണം ഇപ്പൊ? Undo ചെയ്യണം. ഫ്രണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ലെയർ എടുക്കുക, അല്ലെങ്കിൽ പൊസിഷൻ കൊടുത്തിട്ട്, സോറി ലെയർ കൊടുത്തിട്ട് ബാക്കിലോട്ട് തള്ളുക. അല്ലെ, ലെയർ വേണ്ട, പൊസിഷൻ കൊടുത്തിട്ട് ബാക്കോട്ട് ഇട്ടാൽ മതി. ടു ബാക്ക് ഉണ്ടോ? അയ്യോ, എന്റെ ഇടയ്ക്ക് അവിടേക്ക് ചാടി. മനസ്സിലായോ? ഇത് സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ വിഷയങ്ങളൊന്നും വരില്ല. അത് മൊബൈലില് അധികം ആളുകൾ മൊബൈലിലായതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ തന്നെ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഇതേപോലെ നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഫോട്ടോസ് എടുക്കുന്നു. ഫോട്ടോസ് എടുത്തിട്ട് ഇവിടെ കളറും കൊടുക്കട്ടോ. കിഡ്സ് ബാക്ക്ഗ്രൗണ്ട് ഒരു റെഡിഷ് അല്ലെങ്കിൽ ഒരു പിന്നെ നമുക്ക് എന്താണോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേണ്ട കളർ പാറ്റേൺ ഇവിടെ കൊടുക്കാം. ഒരു നേരത്തെ ഉണ്ടായിരുന്ന കളർ തന്നെ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ ഒരു റെഡ് എന്ന് കൊടുക്കാം. അപ്പൊ റെഡ് സ്വഭാവത്തിലുള്ള കിഡ്സ് ബാക്ക്ഗ്രൗണ്ടുകൾ വരും. ഓക്കെ, എത്ര മനോഹരമായിട്ടുള്ള സംഗതിയാണ് വരുന്നത്. നോക്ക്. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. അപ്പൊ തൽക്കാലം ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോ പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിത് ബാക്കിലോട്ട് വിടണം. ലെയർ എടുത്തിട്ട്, അല്ല പൊസിഷൻ എടുത്തിട്ട് ടു ബാക്ക്. അപ്പൊ നമുക്ക് ആ ഫോണ്ടിന്റെ ഒക്കെ പ്രശ്നം വന്നിട്ടുണ്ട് ഇവിടെ. കാരണം നമ്മള് വേറൊരു ഒരു ഡാർക്ക് ഫോണ്ടിന് അല്ല ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയാണ് അതൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷെ നമ്മളിപ്പോ ചെയ്തിട്ടത് എന്താണ്, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ അത് ഒരു മാച്ച് അല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നമുക്ക് പ്രശ്നമായി പരിഹരിക്കാം. ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഡാർക്ക് സ്വഭാവത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആയത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ലെയറിലൂടെ ഇട്ടിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പൊസിഷൻ ബാക്ക് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, നമുക്ക് എല്ലാ കണ്ടന്റും ഡിലീറ്റ് ചെയ്യാം.
ഇനി നമുക്ക് ഇതില് കുറച്ച് എലമെന്റ്സ് ആഡ് ചെയ്യാം. കുറച്ച് എലമെന്റ്സ് ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിന്റെ ഒപ്പാസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറച്ചു കൊടുക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. എലമെന്റ്സ് ഇനി ആഡ് ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാല് എലമെന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാ വെച്ചാല് കിഡ്സ് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. സോറി, ഷേപ്പിലാണ് സെർച്ച് ചെയ്തു പോയത്. നോർമൽ എലമെന്റ്സിൽ സെർച്ച് ചെയ്യാം. ഇപ്പൊ കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. ഉണ്ടാവും. ഇനി എലമെന്റ്സ് എടുക്കുന്നു. ഒരു മത്സരത്തിന്റെ വിജയികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന കുറെ സംഭവം വിന്നേഴ്സ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കിട്ടും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോ ഫുള്ള് പ്രൊജക്ട് ചെയ്ത് വെക്കണം എന്നില്ല, അതങ്ങനെ ഫെയ്ഡ് ചെയ്ത് കൊടുത്താലും മതി. ചിലതൊക്കെ ഈ ട്രാൻസ്പെറൻസി വെച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ വെക്കാം ഇടയിലൊക്കെ. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റൈല്. ഇനി നമുക്ക് ഇതിൽ എലമെന്റ്സ് നമ്മൾ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഇതിൽ ഗാലറി നമ്മൾ ഫോൺ ഗാലറി തന്നെയാണ്. അപ്ലോഡ്, ഡ്രോ, പ്രൊജക്ട്, ആപ്സ്, അത്യാവശ്യം ഇതിൽ വേണ്ട എല്ലാ സംഗതികളും പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുകളിലേക്കുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് കൊടുക്കുന്നു, PNG ആയിട്ട് ഇത് സേവ് ചെയ്യുന്നു. സെറ്റ്. നമ്മള് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. അതായത് നമ്മളൊരു പോസ്റ്റ് ഉണ്ടാക്കി അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറെ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. ഇതിപ്പോ അതിന്റെ എസ്തെറ്റിക്സോ അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം നോക്കിയിട്ട് ചെയ്യുന്നല്ല, അതൊക്കെ നമ്മൾ ടൈം എടുത്ത് നമ്മുടെ ലോകത്തനുസരിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ടൂള് പരിചയപ്പെടുത്തുന്ന ഞാൻ പറഞ്ഞു. ബാക്കി ഇതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരല് നിങ്ങളുടെ ഒരു സെൻസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതേ സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില സെൻസുകളുണ്ട്. അതാണ് കളറ് എന്ത് ചെയ്യുക, മാച്ച് ആകുക, അതുപോലെ തന്നെ ഒരു ലോജിക്ക് ഉണ്ടാകുക, പിന്നെ നേരെ ഓപ്പോസിറ്റ് കളറുകളൊന്നും വല്ലാതെ കുത്തിയരച്ച് വെക്കാതിരിക്കുക. പ്രത്യേകിച്ച് കിഡ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അത് വിഷയമല്ല. പക്ഷെ പ്രൊഫഷണൽ ആയിട്ടൊരു സാധനം ചെയ്യുമ്പോൾ ഓവർ കളറുകളൊന്നും ചെയ്യാതിരിക്കുക. അതിൽ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് ചെയ്യാം, ഫോണ്ട് ഒരു കുറെ ഫോണ്ടുകൾ യൂസ് ചെയ്യാതെ ഒന്നോ രണ്ടോ ഫോണ്ടുകൾ മാത്രം ഒരു പോസ്റ്ററിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കളറ് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ കളറുകൾ മാത്രം പരമാവധി യൂസ് ചെയ്യുക. അതിന്റെ വേരിയേഷൻ ഒക്കെ ആവാം, പക്ഷെ പരമാവധി കളറുകളുടെ ഒരു സെൻസ് ഓഫ് കളേഴ്സ് എടുക്കുക. അതിൽ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ച്. ഓക്കെ, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങളുടെ കൂടാണ്. നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങൾ കുറച്ച് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് പിന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഇത് റെക്കോർഡ് നമുക്ക് അവൈലബിൾ ആകും. ഇതിൽ നമ്മൾ സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ ഫോട്ടോ കൊടുത്തല്ലോ, ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും. ആ, അതിന്റെ ആ രണ്ടിനുള്ളിൽ ഫ്രെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ആ രണ്ടിനുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് ഒരേ കളർ ആക്കാൻ പറ്റും? ഇതിപ്പോ നമ്മൾ അത് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ച രീതി എങ്ങനെയെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് വേറെ ചെയ്യാം. അത് ചെയ്യാൻ അത് ഇതിൽ ചെയ്യൽ എങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിൽ വെക്കേണ്ട സംഭവം ഇതിലേക്ക് കൊണ്ടുവരണം. ആദ്യം ഉദാഹരണമായിട്ട് എലമെന്റ്സിൽ പോവുക. എലമെന്റ്സ് പോയിട്ട് നമ്മളിപ്പോ ഇതിലെടുത്ത ഫ്രെയിം ആണല്ലോ എടുത്തത്. ഇനി ഷേപ്പ് എടുക്കണം. ഷേപ്പ് എടുക്കുക, മനസ്സിലായോ? അതായത് എലമെന്റ്സ് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ചൂസ് ചെയ്യാം. എവിടെ ഷേപ്പുകൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം. ഷേപ്സ്, ഫ്രെയിം അല്ല കേട്ടോ, ഷേപ്സ്. ഇതാണ് ഷേപ്സ്. ഈ ഷേപ്സ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ നേരത്തെ എടുത്ത ഒരു ഷേപ്പ് ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മൾ എടുത്തല്ലേ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് നമ്മൾ എടുക്കാന്ന് വിചാരിക്കാം.
അപ്പൊ ഇത് രണ്ടുമാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇത് രണ്ടും സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇത് ഇവിടെയും വെക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഇതിന്റെ മുകളിൽ വെക്കണം ചിത്രം. ഓക്കെ, മുകളിലേക്ക്. അപ്പൊ പിന്നെ ഈ ക്രോപ്പ് ആവശ്യമില്ല നമുക്ക്. മനസ്സിലായോ? അപ്പൊ പിന്നെ ആ ചിത്രം, ഒറിജിനൽ ചിത്രം തന്നെ നമുക്ക് വെച്ചിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഇപ്പോ ഇത് വെക്കുകയാണ്. ഇതിലേക്ക് വെക്കുന്നു. അപ്പൊ ഒരു പ്രശ്നം പറ്റി, അടിയിൽ പോയി അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം പറയും? ലെയർ എടുത്തിട്ട് സെറ്റ് ചെയ്യണം. പൊസിഷൻ ഇത് നമുക്ക് പൊസിഷൻ പൊസിഷൻ മാറ്റണം. പൊസിഷൻ ബാക്കിലേക്ക് ഇട്ടു. ഇവിടെ ബാക്കിലേക്ക് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയും ചെയ്യണം. ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ചിത്രം സെലക്ട് ചെയ്യുന്നു, എഫക്റ്റ് കൊടുക്കുന്നു, BG റിമൂവർ കൊടുക്കുന്നു, എഫക്റ്റ് കൊടുക്കുന്നു, BG റിമൂവർ കൊടുക്കുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചറിയോ? എന്താ സംഭവിച്ചേ? എവിടെ പോയി റൗണ്ട് ഷേപ്പ്? ബാക്കിൽ പോയി. റൗണ്ട് ഷേപ്പ് ഇപ്പൊ എന്താ സംഭവിച്ചേ? പിക്ചർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നപ്പോ പോയി. അതെന്താ വെച്ചാൽ ഏറ്റവും പിറകിലോട്ട് പോയി. സ്റ്റെപ്പ് ബാക്കേ കൊടുക്കേണ്ടുള്ളൂ. അതിനാണ് നേരത്തെ പറഞ്ഞ സാധനം വേണ്ടത്. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും പുറകോട്ട് കൊടുക്കരുത്. പൊസിഷനിൽ ഒരു ജസ്റ്റ് ബാക്ക് പാർട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ബാക്കിലേക്ക് കൊടുക്കാതെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ലെയർ സെലക്ട് ചെയ്ത് മാറ്റിയാലും മതിയില്ലേ? എങ്ങനെ? ലെയർ സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? മതി. അപ്പൊ ഇത് എന്ത് ചെയ്യരുത്? ഏറ്റവും പുറകോട്ട് ഇത് ബാക്കിൽ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് ആ സംഗതി ഇത്രേ ഉള്ളൂ. ആ ബാക്ക്ഗ്രൗണ്ടിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ചിത്രം വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റുക. അപ്പൊ ആ ഷേപ്പിന്റെ അകത്തേക്കാണ് ഇത് വരിക. ഓക്കെ, ഈ ഷേപ്പിന്റെ മുകളിലേക്ക് ഇത് ചിത്രം വെക്കുക. മുകളിലേക്ക് ചിത്രം വെക്കുമ്പോൾ ഒന്ന് മുന്നോട്ട് എടുക്കേണ്ടി വരും. ആ ചിത്രം പൊസിഷൻ എടുക്കുക, ഒരു ഫോർവേഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫോർവേഡ് കൊടുക്കുമ്പോൾ ആ ഫ്രെയിമിന്റെ അകത്തേക്ക് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എടുക്കുന്നു. ഇപ്പൊ എന്തായി? ആ ഫ്രെയിമിന്റെ അകത്ത് ഇത് വന്നു. ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. സെയിം ഇതിന്റെ അകത്ത് ഇതേപോലെ കൊള്ളിക്കാം. ഇവിടെ അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ ഐഡിയ വെച്ച് ചെയ്യാം. ഇതിന്റെ ടെക്നിക്ക് മനസ്സിലായല്ലോ? അതിന് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ എഫക്റ്റ്. അല്ല, ഇത് എന്താണ് പറയാ, രണ്ട് സാധനങ്ങൾ നമ്മൾ പഠിച്ചു. എഫക്റ്റും പഠിച്ചു, ഫ്രെയിമും പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മള് ഷേപ്പ് പഠിച്ചു. അപ്പൊ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഇതേപോലെ ചെയ്യാം. ഇതൊക്കെ ഉണ്ടോ? ബാക്കിലേക്ക് പോകും. നമ്മളിപ്പോ ചെയ്ത എല്ലാ വർക്കുകളും തിരിച്ച് ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, വേറെ എന്താ ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാനൊക്കെ ചെയ്തിരുന്നത് പിക്സാർട്ടിലും പിന്നെ അതുപോലെ ഫ്ലൈ മേക്കറിലും ചെയ്തിരുന്നത്. അപ്പൊ ചിലത് പിക്സാർട്ടിൽ പോയിക്കാണ്ട് അതില് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് കണ്ട് ഫോട്ടോ മാത്രം ആക്കിയാണ്ട് പിന്നെ ഫ്ലൈ മേക്കറിലൊക്കെ ചെയ്തിരുന്നത്.
അപ്പൊ അതെല്ലാം ഒന്നിച്ച് ഇത് ക്യാൻവയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മേന്മയുള്ളത്. അതെ അതെ. മറ്റേ നമ്മൾ പല ആപ്പുകളിലാണ് പലതും ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവറിന് ഒരു ആപ്പ് പോവും. ഇതിന്റെ സാധ്യതകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി സൗകര്യം. ഓക്കെ.